ഞാൻ രാവിലെ പണ്ട് സ്കൂളിൽ പോകുന്നല്ലോ സ്കൂളിൽ പോവാം കേട്ടോ. ഒന്നുമല്ല, നമ്മൾ ഡ്രോണിൻ്റെ ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടി ആലോചിച്ചു കേട്ടോ. അന്നേരം ഇപ്പം എന്താണല്ലോ ആവശ്യമാണല്ലോ ഭാവിയിൽ ഇനി നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പോകണമെങ്കിലേ. അപ്പം ഞാൻ ഒരു 5 ദിവസത്തെ ക്ലാസ് നമുക്ക് കാസർഗോഡ് വിദ്യാനഗർ വെച്ചിട്ടാണ് കേട്ടോ ക്ലാസ് നടക്കുന്നത്. അപ്പം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിന് എന്തൊക്കെ വേണമെന്നും എന്തൊക്കെ ചിലവുണ്ടെന്നും ഞാൻ പിന്നീട് ഓരോന്ന് പതിയെ അതിലെല്ലാം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ക്ലാസ് റൂം. അതായത് കാസർഗോഡ് വിദ്യാനഗറിൽ തന്നെയുള്ള നമ്മുടെ സീതാങ്കുളിക്കൊക്കെ പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ. ആസാപ്പില്ലേ, അവിടുത്തെ ഓട്ടോണോമസിൻ്റെ അൺമാനഡ് ഏരിയൽ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് ഇല്ലേ, അവിടെ കേട്ടോ ഞങ്ങൾ പഠിക്കാൻ പോയത്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിയറി ഉണ്ട്, അതുപോലെ പ്രാക്ടിക്കലുണ്ട്. ഇത് നമുക്ക് തിയറി ക്ലാസ് എടുക്കുന്നതാണ്. ഉണ്ടല്ലോ, ഞാൻ ക്ലാസ്സിന് ഇപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇവരൊക്കെ ഉണ്ടല്ലോ അങ്ങ് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ എന്നൊക്കെ വന്നവരാട്ടോ. അവർ 6 പേരുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അവിടെയൊന്നും ക്ലാസ് ഇല്ല, ഇപ്പം ഇവർ ഇവിടെ വന്ന് പഠിക്കുന്നതിനാണ്. അപ്പം എന്താണേലും നമ്മുടെ കാസർഗോഡുള്ളത് നമ്മളറിയുന്നതിനെക്കാട്ടും മുന്നേ നാട്ടിലുള്ളവരൊക്കെ അറിയുന്നല്ലേ. ഏതായാലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ പരിസരത്ത് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി പഠിക്കാം. നമുക്ക് ഡെയിലി പോയി വരാമല്ലോ. ഇവരൊക്കെ റൂം എടുത്ത് നിന്നിട്ടാട്ടോ ഇവിടുന്ന് പഠിക്കുന്നത്. ഈ കാണുന്ന ഡ്രോണേ നമ്മുടെ കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്മോൾ കാറ്റഗറി, അതുപോലെ മീഡിയം, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എടുത്തത് ഏത് ലൈസൻസാന്ന് വെച്ചാൽ സ്മോൾ കാറ്റഗറിയിലാണ്. അതായത് 2 kg തൊട്ട് 25 kg വരെയുള്ള ഡ്രോണില്ലേ, അങ്ങനെ പറത്താനുള്ള ലൈസൻസ് ആട്ടോ ഞാൻ എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി എഴുതിയെടുക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്നാലും ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ പ്രാക്ടിക്കൽ ആണെങ്കിലും തിയറി ആണെങ്കിലും നന്നായിട്ട് ക്ലാസ് എടുത്തു തരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും കൂടി ചെയ്യണം. ശരിക്കും ആദ്യമായിട്ട് ഡ്രോൺ എടുക്കുന്ന ഒരാൾക്ക് ഇത് എവിടെ പറത്തണം, എങ്ങനെ പറത്തണം എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ പോയി പഠിക്കുവാണെങ്കിൽ കറക്റ്റ് നിയമവശങ്ങളും എവിടെയൊക്കെ പറത്താം, എവിടെയൊക്കെ പറത്തിക്കൂടാ എന്നൊക്കെ പഠിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഡ്രോണിൻ്റെ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വിളിച്ചന്വേഷിച്ച് പോകാവുന്നതാണ്. അപ്പം ഫോൺ നമ്പർ കൊടുത്തേക്കാം കേട്ടോ.